ഇറാനിൽ കുടുങ്ങിക്കിടന്ന അമേരിക്കയുടെ പൈലറ്റിനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയതായി ട്രംപ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ബ്ലൂംബർഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട ന്യൂസുകളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ റിപ്പോർട്ട് വരുന്നത്. അതേസമയത്ത് അതിസാഹസികമായ ഏറ്റുമുട്ടലായിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സംഭവം, ഇത്രയും സാഹസികമായ ഒരു രക്ഷപ്പെടുത്തൽ കർമ്മം അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് എന്നാണ് ട്രംപ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കാരണം അതിശക്തമായ രൂപത്തിലുള്ള IRGCയുടെ ആക്രമണങ്ങളെ മറികടന്നുകൊണ്ടാണ് ഈ ഒരു നീക്കം അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് നടത്തിയിരിക്കുന്നത്. ഏകദേശം 100-ലധികം ഡെൽറ്റ ഫോഴ്സുകൾ ഈ മേഖലയിൽ വിന്യസിക്കുകയും വ്യോമതലങ്ങളിൽ നിന്നുള്ള അതിശക്തമായ അകമ്പടിയോടുകൂടെയായിരുന്നു ഈ സാഹസികമായ ഈ ഒരു കർമ്മം നടത്തിയിരിക്കുന്നത്. ഇതിൽ അമേരിക്കക്ക് ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3 ബ്ലാക്ക് ഹോക്ക് എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഹെലികോപ്റ്ററുകൾ ഇതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ 8 യുദ്ധവിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേസമയത്ത് 2 ട്രാൻസ്പോർട്ട് വിമാനം, സൈനികരെ എത്തിക്കുന്ന 2 പ്രധാനപ്പെട്ട വിമാനങ്ങളും ഇതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ 2 പ്രധാനപ്പെട്ട C-130 എന്നറിയപ്പെടുന്ന ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ, സൈനികരെ എത്തിക്കുന്ന ഈ വിമാനം 2 നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ആക്രമണത്തിലും, രണ്ടാമത്തേത് ഇറാന്റെ ഒരു ബേസിൽ അതിസാഹസികമായി ഈ വിമാനത്തെ ഇറക്കിയിരുന്നു സൈനികരെ എത്തിക്കാൻ വേണ്ടി. അതേസമയം പൈലറ്റിനെ രക്ഷപ്പെടുത്തിയതിനു ശേഷം ഈ വിമാനം കൊണ്ടുപോവുക എന്നത് അമേരിക്കൻ സൈനികർക്ക് വലിയൊരു റിസ്ക് ആയിരുന്നു. കാരണം ഇറാന്റെ സൈനികരുടെ ശക്തമായ പ്രത്യാക്രമണങ്ങൾ നിലനിൽക്കുന്ന കാരണത്താൽ ഈ യുദ്ധവിമാനം തിരിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അമേരിക്ക തന്നെ രണ്ടാമത്തെ C-130 എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം സ്വയം തകർക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ വരുന്നത്. എന്നാൽ അതേസമയത്ത് ഈ ആക്രമണത്തിന്റെ വലിയ വിശദാംശങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് ഇറാനിലും അതുപോലെ അമേരിക്കൻ സൈന്യത്തിനും ഉണ്ടായിരിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. അതേസമയത്ത് ഈ യുദ്ധത്തിനിടയിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ഈ ഒരു പൈലറ്റിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്ന് തന്നെയാണ്. ഈ പൈലറ്റിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരുന്നു, വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഇറാന്റെ മുന്നിൽ അമേരിക്കക്ക് പല കാര്യങ്ങളും അടിയറ വെക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു. മാത്രമല്ല അമേരിക്കയുടെ വ്യോമസേനയുടെ ഒരുപാട് രഹസ്യങ്ങൾ ഇറാന് ലഭിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. അതേസമയം ആ പൈലറ്റിനെ കണ്ടെത്താൻ വേണ്ടി ഇറാൻ ശക്തമായ നീക്കം നടത്തിയിരുന്നു. എന്നാൽ പൈലറ്റ് ഇവിടെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഈ വിമാനം തകർന്നതിന് ശേഷം ഒരു മലയുടെ ഭാഗത്തായിരുന്നു ഈ പൈലറ്റ് ഉണ്ടായിരുന്നത്. പൈലറ്റ് മെല്ലെ ഒരു മലയുടെ മുകളിലേക്ക് കയറി കാണാത്തൊരു ഭാഗത്ത് ഒളിക്കുകയായിരുന്നു. അവിടെ നിന്ന് പൈലറ്റ് അമേരിക്കൻ സൈനികർക്ക് അവർ എവിടെയാണ് ഉള്ളത് എന്ന കാര്യം രഹസ്യമായി സിഗ്നൽ മുഖേന അറിയിച്ചു കൊടുക്കുകയായിരുന്നു. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ അയക്കുകയായിരുന്നു. ആ സമയത്ത് എവിടെയാണ് ഉള്ളത് എന്ന് അമേരിക്കൻ സൈന്യത്തിന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ പൈലറ്റ് എവിടെയാണ് ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒരു വലിയ സമയവും അവർക്ക് തെരച്ചിലിലൂടെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പൊസിഷൻ അറിയുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് 100 കണക്കിന് ഡെൽറ്റ ഫോഴ്സിനെ അയക്കുകയും മാത്രമല്ല ധാരാളം ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളുടെയും അകമ്പടിയോടുകൂടെ ആ സ്ഥലം വലിയ രൂപത്തിലുള്ള വ്യോമ സംവിധാനങ്ങൾ മുകളിൽ നിർത്തിക്കൊണ്ടായിരുന്നു ഈ പൈലറ്റിനെ രക്ഷിക്കുന്ന പ്രവർത്തനം നടത്തിയത്. എന്തായിരുന്നാലും ശക്തമായ ഏറ്റുമുട്ടൽ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതേസമയം ധാരാളം വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാൻ നിൽക്കുകയാണ്.